നമസ്കാരം. വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഈ മുഖ്യമന്ത്രി ആരാണെന്ന് ഇപ്പോഴും ആർക്കും മനസ്സിലായിട്ടില്ല. സാക്ഷാൽ രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ പോലും ആരാവണമെന്ന് ഇതുവരെ ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. ഇന്നലെ സംസ്ഥാനത്തൊട്ടാകെ പല സ്ഥലങ്ങളിലും വി.ഡി. സതീശന് വേണ്ടിയൊക്കെ പ്രകടനം വരെ, അതും പാർട്ടിയുടെ ഭാരവാഹികൾ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഭാരവാഹികൾ പോലും നേതൃത്വം കൊടുത്ത് പല സ്ഥലങ്ങളിലും പ്രകടനം വരെ ഉണ്ടായി. ജനവികാരം സതീശന് അനുകൂലമാണ്. പക്ഷെ ആരാകും എന്നുള്ളതിനെ കുറിച്ച് ഇതുവരെ ഒരു തീരുമാനത്തിലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ. എന്ത് തോന്നുന്നു അതിനകത്ത്? ഒന്നാമത് ഈ ജനങ്ങൾ ഇത്രയും വലിയൊരു വിജയം നൽകിയിട്ട് നാട് നീളെ പോസ്റ്ററുകൾ, ഫ്ലക്സുകൾ വെക്കുക, പ്രകടനം നടത്തുക, അതായത് കോൺഗ്രസിനുള്ളിലെ നേതാക്കൾ തമ്മിലാണ് തർക്കമെന്ന് ആലോചിച്ചോണം. വളരെ സങ്കടകരം, വളരെ നിർഭാഗ്യകരമാണ്. ആളുകളെല്ലാം വളരെ നിരാശരാണ്. പക്ഷെ ആ ഒരു സാഹചര്യത്തിലേക്ക് ഇത് കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു. അതിനുള്ളൊരു പക്വത എന്തുകൊണ്ട് നേതാക്കൾക്ക് ഇല്ലാതെ പോയെന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് വി.ഡി. സതീശനൊക്കെ ഇതിനകത്ത് കയറി വരേണ്ട ഒരു കാര്യമില്ല. ഇപ്പം താങ്കൾ പ്രകടനത്തെക്കുറിച്ച് പറഞ്ഞു. പ്രകടനം നയിച്ചത് ഞാൻ വാസ്തവത്തിൽ ആദ്യം വിചാരിച്ചു ഇത് സതീശൻ തന്നെ മുൻകൈയെടുത്ത് ഓർഗനൈസ് ചെയ്താണെന്ന്. പക്ഷെ ഞാൻ നോക്കിയപ്പോഴേ ഈ പ്രകടനം നടന്നിരിക്കുന്ന പലതും സതീശനെ പിന്തുണയ്ക്കുന്ന മണ്ഡലങ്ങളിലല്ല. നമ്മൾ കേട്ടതനുസരിച്ച് കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന എം.എൽ.എമാരുടെ മണ്ഡലങ്ങളിലാണ്. ഇപ്പോൾ ഇരിക്കൂർ കെ.സി. പിന്തുണയ്ക്കുന്ന മണ്ഡലമാണത്. ഇത് മാത്രമല്ല, കെ.സി. വേണുഗോപാല് വന്നാൽ രാജിവെപ്പിച്ചിട്ട് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മണ്ഡലമാണ്. ആലപ്പുഴയിലെ, പുതുപ്പള്ളി, പാമ്പാടിയിലെ ചാണ്ടി ഉമ്മന്റെ മണ്ഡലമാണ്. ചാണ്ടി ഉമ്മൻ കെ.സി. പിന്തുണയ്ക്കുന്നെന്നാണ് കേൾക്കുന്നത്. അത് ചാണ്ടി ഉമ്മൻ ഇതുവരെ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും. അപ്പം പല സ്ഥലങ്ങളിലും ഇപ്പൊ ഞാൻ കാണുന്നത് ഈ അതായത് സ്ഥലങ്ങളിൽ ഇത് വി.ഡി. സതീശൻ എന്നതിനേക്കാളും ഏറെ വി.ഡി. സതീശന് വേണ്ടി അദ്ദേഹത്തെ എതിർക്കുന്ന അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പിന്തുണയ്ക്കുന്ന ആളുകൾക്കെതിരായിട്ടാണ്, എം.എൽ.എമാർക്കെതിരായിട്ട് അതായത് സ്ഥലങ്ങളിലെ ആളുകൾ പ്രകടനം നടത്തുക. അപ്പം അത് വളരെ അതൊരു പ്രീ പ്ലാൻഡ് ആയിട്ട് പ്രീ പ്ലാൻഡ് അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പൊ ഒരു കാര്യം നമുക്ക് പറയാൻ വേണമെങ്കിൽ വി.ഡി. സതീശന എറണാകുളത്തേക്ക് വന്ന് നടത്തിയ ഒരു സ്വീകരണവും ആ ഓളവും ഒക്കെ അത് ടോട്ടലി നാച്ചുറൽ ആണെന്ന് പറയാൻ പറ്റത്തില്ല. അത് വി.ഡി. സതീശൻ കൊണ്ട് അറിഞ്ഞു ചെയ്തായിരിക്കും. കാരണം പുള്ളിയുടെ ജനപിന്തുണ എന്താണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ചെയ്തായിരിക്കും. പക്ഷേ ഇപ്പം നടക്കുന്നത് ശരിക്കും ഒരു പബ്ലിക്കിന്റെ ഔട്ട്ബേസ്റ്റ് ആയിട്ട് മാറാനുള്ള സാധ്യത ഇപ്പൊ പാർട്ടിക്കാരാണ്. പക്ഷെ നാളെ അത് ജനങ്ങൾ തന്നെ വഴിയിലിറങ്ങുമെന്നുള്ള സംശയം എനിക്കുണ്ട്. കാരണം അത്രമാത്രമാണ് നമ്മുടെ അടുത്ത് അഴയിലേക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്. എന്നോട് പലരും പറഞ്ഞു, ഈ കെ.സി. വേണുഗോപാല് ഇന്ന മണ്ഡലത്തിലാണ് മത്സരിക്കുന്നതെങ്കിൽ അവിടെ ഞങ്ങള് ജയിപ്പിക്കില്ല എന്ന് എന്നെ വിളിച്ചു പറഞ്ഞു. അവിടെ നാട്ടിലുള്ള ആൾക്കാർ അവർ വികാരപ്രകടനം. ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പല അഭിപ്രായം നടത്തിക്കൊണ്ടായിരിക്കും എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനിയിപ്പം നമ്മുടെ പന്ത് ഇവിടുന്ന് പോയി. ഇനിയിപ്പം നമ്മൾ തമ്മിൽ ഇവിടെ ഇരുന്നിട്ട് ആരോടും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇനിയിപ്പം ഡൽഹിയിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഹൈക്കമാൻഡ് എങ്ങനെ വളരെ വിവേകത്തോടെ തീരുമാനം എടുക്കണം. അതിപ്പം ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇനി ഒരിക്കലും ഒരു MP കേരളത്തിലേക്ക് മുഖ്യമന്ത്രിയാകാതെ വരാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. അല്ലാതെ അത് പറയാൻ പറ്റില്ല. കാര്യം ഇന്നലെ നമ്മൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് 43 പേരുടെ പിന്തുണ അവകാശപ്പെടുന്നുണ്ട് കെ.സി. വേണുഗോപാലിന്. അവർ ഇന്ന് പലരുടെയും അവര് പിന്തുണച്ചവര് ഇന്നാരെന്നൊക്കെ പറഞ്ഞ അതിന്റെ ഒരു സ്ക്രീൻഷോട്ടൊക്കെ മൊബൈലിലെടുത്ത് ഇന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം ഈ എം.എൽ.എമാരുടെ ഒരു അഭിപ്രായം അതൊരു പ്രധാന ഘടകം തന്നെയാണ്. എം.എൽ.എമാരുടെ അഭിപ്രായം അനുസരിച്ചാണ് കർണാടകത്തിലും അതുപോലെ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ ഈ വിഷയങ്ങൾ ഉണ്ടായത്. എം.എൽ.എമാരുടെ അഭിപ്രായം മാനിച്ചു തന്നെയാണ്. അതിവിടെ ഇവിടെ തമാശ എന്ന് വെച്ചാൽ ഇപ്പം ഒരു പത്രത്തിൽ വന്ന ഒരു വാർത്തയും ഒരു പടവുമാണെങ്കിൽ താങ്കൾ പരാമർശിച്ചത്, പക്ഷെ അതിനകത്ത് പരാമർശിക്കപ്പെടുന്ന എം.എൽ.എമാര് തന്നെ തങ്ങൾ അങ്ങനെ പിന്തുണച്ചിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് പരസ്യമായിട്ട്. അതെങ്ങനെ എഴുതി വെച്ച് നമുക്ക് അതിന്റെ റിയാലിറ്റി നമുക്ക് അവർ പറയുന്നല്ലേ വിശ്വസിക്കേണ്ടത്. ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരിടത്ത് എഴുതി വെച്ചതിന്റെ ഒരു പത്രത്തിൽ വന്ന ഒരു പടം മാത്രമാണത്. അതിന്റെ റിയാലിറ്റി എത്രമാത്രമാണ്, അത് ശരിക്കും ഒറിജിനൽ ആയിട്ടുള്ള ഒരു കടലാസാണോ നമുക്കറിയില്ലല്ലോ. അതേസമയം ആ വ്യക്തി വന്നിട്ട് പറയുകയാണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ പിന്തുണച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എന്താ ചെയ്യുക? അപ്പൊ ഞാൻ പറഞ്ഞത്, ഇനി പിന്തുണച്ചു തന്നെ കരുതുക. പിന്തുണച്ചാലും ജനവികാരം എന്ന് പറയുന്ന സംഗതി കേരളത്തിലുണ്ടെങ്കിൽ അത് ഹൈക്കമാൻഡ് പരിഗണിച്ചാൽ എന്തായിരിക്കും തീരുമാനം? ജനവികാരം പരിഗണിച്ചാണെങ്കിൽ വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രി. എന്താണ് ഹൈക്കമാൻഡ് തീരുമാനിക്കാൻ പോകുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഈ 3 പേരെയും കൂടെ ഒരു മുറിയിൽ അടച്ചിട്ടാൽ ഈ പ്രശ്നം തീരുമോ?
അതെ, 3 പേരും കൂടെ ഡൽഹിയിൽ ചെന്നിട്ട് ഒരു മുറിയിൽ അടച്ചിട്ട് പ്രശ്നം തീർക്കുക നല്ല ആശയമാണ്. പക്ഷെ മുറി അടച്ചിട്ട് കഴിയുമ്പോൾ തിരിച്ച് തുറക്കുമ്പോൾ എന്തായിരിക്കും സ്ഥിതി നമുക്ക് പറയാൻ പറ്റത്തില്ല. 3 പേര് ഒരു മുറിയിലോ ഒരു ദിവസമല്ല ഒരാഴ്ച അടച്ചിട്ടാൽ ഈ പ്രശ്നം തീരത്തില്ല. കാരണം 3 പേർക്കും മുഖ്യമന്ത്രിയാണ്. അതാണ് അതിനകത്തെ പ്രശ്നം. അപ്പൊ 3 പേരും ഞാൻ നോക്കിയിട്ട് ഡെമോക്രാറ്റിക്കായിട്ട് അതിനകത്ത് തെറ്റൊന്നുമില്ല. കാരണം 3 പേര് ഒരു പടം നയിക്കുന്നു, അല്ലെങ്കിൽ ഒരു മത്സരം നയിക്കുന്നു, വിജയം ഉണ്ടാകുന്നു. 3 പേര് ഡെമോക്രാറ്റിക്കായിട്ട് അവർ 3 പേര് ക്യാമ്പയിൻ ചെയ്യുന്നു, ഞാനാണ് മുഖ്യമന്ത്രിക്ക് അർഹനെന്ന് പറയുന്നു. അതിന്റെ പേരിൽ MLA-മാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഒരു ജനങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായ വോട്ടെടുപ്പോ അല്ലെങ്കിൽ വോട്ടെടുപ്പല്ല, ഒരു നിലപാട് എന്താണെന്ന് നോക്കുന്നു, ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നു. അതിന് പ്രശ്നമില്ല. പക്ഷെ നേരത്തെ അങ്ങനെ പറയേണ്ടതായിരുന്നു, അതിനൊരു സംവിധാനം ഉണ്ടാക്കേണ്ടതായിരുന്നു. ഇതങ്ങനെ അല്ലല്ലോ പറഞ്ഞേ. ഞങ്ങൾ 3 പേരും മത്സരിക്കും, ഞങ്ങൾ പേര് തമ്മിൽ യാതൊരു തർക്കവും ഇല്ല, ഞങ്ങൾ 3 പേരും ചേർന്ന് നയിച്ച് ഒരാൾ ജയിച്ചു കഴിയുമ്പോൾ ഒരാൾ മുഖ്യമന്ത്രിയാകും, അത് ഏകണ്ഠമായിട്ട് തിരഞ്ഞെടുക്കുന്നൊക്കെ നമ്മളോട് പറഞ്ഞത്. പക്ഷെ ഇത് വേറെ കാര്യമുണ്ട്. ഈ 3 പേര് മാത്രമല്ല, 150 MLA-മാർക്കും പിന്നെ അല്ലെങ്കിൽ ഈ UDF-ലെ 102 പേർക്കും അവകാശമുണ്ട്. അവർ രണ്ടുപേരും അവരെല്ലാവരും അവർക്കെല്ലാവർക്കും പിന്നെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ ആഗ്രഹമുണ്ട്. യോഗ്യത പറയാൻ പറ്റത്തില്ല, കാരണം അതിനകത്ത് അവർ തെരഞ്ഞെടുക്കപ്പെട്ടില്ലേ? അല്ല, അങ്ങനെയല്ല. അല്ല, യോഗ്യത എന്നും അർഹതയും രണ്ടാം. യോഗ്യത ഈസ് എ ക്വാളിഫിക്കേഷൻ. അർഹത എന്ന് പറഞ്ഞാൽ അതിന്റെ ക്രൈറ്റീരിയം വേറെ. അത് അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ മിടുക്ക്, എല്ലാ കാര്യങ്ങളും അതിനകത്ത് പരിഗണിക്കണം. 102 പേർക്കോ അല്ലെങ്കിൽ ജയിച്ച 61 പേർക്കോ ഇതിനകത്ത് അർഹത ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, യോഗ്യത ഉണ്ടെന്ന് പറയാം. കാരണം ഇവരെ ആരെ വേണമെങ്കിലും മുഖ്യമന്ത്രിയാക്കാം, അതാണ് യോഗ്യത. ഇന്ന് ഞാൻ അതിനുശേഷം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു കൗതുകകരമായ ഒരു പോസ്റ്റ് കണ്ടു. ഇവരെ 3 പേരെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കുക. ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന് നേരത്തെ രാഹുൽ ഗാന്ധി കൂടെ വന്നപ്പോൾ പറഞ്ഞായിരുന്നു, കേരളത്തിൽ എന്തുകൊണ്ടൊരു വനിതാ മുഖ്യമന്ത്രി ആയിക്കൂടെ? ഡൽഹിയിൽ നമുക്കറിയാം ഷീലാ ദീക്ഷിത്തും അവരൊക്കെ വസുന്ധര സിന്ധ്യ രാജസ്ഥാനിലായി വനിതാ മുഖ്യമന്ത്രിമാർ ഒരുപാടായിട്ടുണ്ട്. എന്തുകൊണ്ട് കേരളത്തിൽ ഇത്രയും നാളായിട്ടൊരു വനിതാ മുഖ്യമന്ത്രി ആയില്ല? അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ വേണ്ടി ചോദ്യമാണ്. ഇത്രയും 63 പേരെ ജയിപ്പിച്ച്, കോൺഗ്രസ്സുകാരെ ജയിപ്പിച്ചിട്ട് ഈ 63 പേരും കൊള്ളില്ലാത്തതുകൊണ്ട് ഒരു MPയെ രാജിവെപ്പിച്ചു എന്നുള്ള ചീത്ത പേര് അപ്പോഴും നിലനിൽക്കുന്നു. പിന്നെ വയനാട്ടിലെ MP അല്ല, ഈ വനിതാ MLA-മാരൊന്നും ജയിച്ചിട്ടില്ലേ? വനിതാ MLA-മാരില്ലേ കോൺഗ്രസിന്? അല്ല, അവരൊക്കെ പുതുമുഖങ്ങളല്ലേ. ആ കൂടെയുള്ളത് പിന്നെ ഷാനിമോൾ ഉസ്മാൻ മാത്രമേ ഉള്ളൂ. ഷാനിമോൾ രമ്യഹരിദാസ് MP ആയിട്ടിരുന്നു. അല്ല, നിങ്ങളെ പറയുന്നത് ഇവരൊക്കെ മുഖ്യമന്ത്രിയാകാനായിട്ട് അർഹതയുള്ള യോഗ്യതയുള്ളവരാണ്. അല്ല, എന്തിനാണ് ഒരു MPയെ രാജിവെപ്പിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടിരുന്നത്? ഒന്ന്. രണ്ടാമത്, നിങ്ങൾ നോക്കണം, കേരളത്തില് ഇത്രയും പേരുണ്ടായിട്ട് മലയാളി അല്ലാത്ത ഒരാളെ തന്നെ മുഖ്യമന്ത്രിയാക്കേണ്ട ഗതികേട് കേരളത്തിൽ വരികയാണെങ്കിൽ അടുത്ത ഇലക്ഷനിൽ ഇവിടെ കോൺഗ്രസിന്റെ അഡ്രസ് കാണത്തില്ല. അത് രാഹുൽ ഗാന്ധി ആണെങ്കിലും ശരി, സോണിയാഗാന്ധി ആണെങ്കിലും ശരി, ആ നിലയിൽ കാര്യങ്ങൾ ആ അവസ്ഥയിലേക്ക് എത്തിപ്പോയി. നേരെ മറിച്ച് നിങ്ങൾ പറയുകയാണ് രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തി, രാഹുൽ ഗാന്ധിയാണ് കേരളത്തിന് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ട്, ജനം തീരുമാനിക്കും, തർക്കമില്ല. ഇതല്ല, ഞങ്ങളിതാ ഇത്രയും പേരെ നിർത്തിയിരിക്കുന്നു, ഇവരൊക്കെ പരമയോഗ്യന്മാരാണ്, ഇവരെയൊക്കെ ഞങ്ങൾ ജയിപ്പിക്കും, ഇവരിൽ ഒരാളെ മുഖ്യമന്ത്രിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊന്നും കൊള്ളില്ല, കാശിന് കൊള്ളില്ല, ഇതാ ഞാൻ എൻ്റെ സഹോദരിയെ തന്നെ നിങ്ങൾക്ക് വിട്ടുതരുന്നു എന്ന് പറയുന്ന ഒരു ദുരവസ്ഥ, ഗതികേട്, നാണക്കേട്, അതെന്തായാലും കേരളത്തിലെ ജനങ്ങൾ സഹിക്കത്തില്ല. ഇനി മറ്റൊരു കാര്യം, ഈ പിന്നെ VD സതീശൻ ഒരു കാരണവശാലും പിന്നോട്ടില്ല എന്നുള്ളതാണ് ഇന്ന് രാവിലെയും ഏതൊരു മാധ്യമത്തിൽ ഞാൻ വായിച്ചത്. ഒരു കാരണവശാലും പുള്ളിക്ക് കവിഞ്ഞൊരു വർത്തമാനമേ ഇല്ല. അദ്ദേഹത്തിന് മന്ത്രിയോ മറ്റോ മന്ത്രിസഭയിൽ ഒന്നും വേണ്ട, ഒരു സ്ഥാനം വേണ്ട, മുഖ്യമന്ത്രി ഒഴിച്ച് വേറെ ഒന്നും അദ്ദേഹത്തിന് വേണ്ട. രമേശ് ചെന്നിത്തലയും അതാ പറയുന്നത്, മുഖ്യമന്ത്രി ഒഴിച്ച് ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹനാണ്, എനിക്കത് ഒഴിച്ച് വേറെ ഒന്നും വേണ്ട. ബാക്കിയുള്ള എല്ലാ പദവികളും പുള്ളി വഹിച്ചതാണ്. KC വേണുഗോപാലിന് അദ്ദേഹത്തിന് പിന്നെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് വേറെ ഒന്നും വേണ്ട, ആവുന്നെങ്കിൽ മുഖ്യമന്ത്രി ആവണം. ഇത് 3 പേരും ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതൊരു തീരുമാനമെടുക്കാൻ ഈസി ആയിട്ട് പറ്റൂ എന്നുള്ളതിൽ സംശയം തന്നെയുണ്ട്. അല്ല, തീരുമാനം ഈസി ആയിരിക്കില്ല, തീരുമാനം എടുക്കാൻ പറ്റും, ഹൈക്കമാൻഡല്ല തീരുമാനം എടുക്കേണ്ടത്. പക്ഷേ ഇതിന്റെ കോൺസിക്വൻസ് ഹൈക്കമാൻഡ് ആദ്യം പഠിക്കണം. അതായത് KC വേണുഗോപാലിന് മാറി നിൽക്കാൻ പ്രശ്നമൊന്നുമില്ല, ഹൈക്കമാൻഡിന്റെ ആളാണ്. KC വേണുഗോപാലിന് ഒരിക്കലും ഇതിട്ടിട്ട് പോകാൻ പറ്റില്ല. KC വേണുഗോപാലിന്റെ ആ ഒരു മാറ്റം ഇവിടെ ഒരു ചലനം ഉണ്ടാക്കാൻ പോകുന്നില്ല. പക്ഷേ VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ, അദ്ദേഹം മന്ത്രിസഭയിൽ ഇല്ലെങ്കിൽ, ജനങ്ങളുടെ നിരാശ മാത്രമല്ല ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വലിയ തടസ്സം ഉണ്ടാകും. പിന്നെ രമേശ് ചെന്നിത്തല, തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയെ മാറ്റിയാലും പ്രശ്നങ്ങളുണ്ട്.
അപ്പം ഇതിനകത്ത് ഏതാണ് ലെസ് ഡാമേജ് എന്നുള്ളത് നോക്കി ഹൈക്കമാൻഡ് തീരുമാനമെടുക്കാനേ പറ്റുള്ളൂ. വി സിയെ മാറ്റുന്ന രമേശിനെ വി സിയെ പിന്തുണയ്ക്കുന്ന വി ഡി സതീശനെ പിന്തുണയ്ക്കുന്നതാണ്, അത് രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നതാണ്, ഏതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സാഹചര്യം നല്ലത് എന്ന് നോക്കി ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുക്കുന്നു. അല്ല, അത് തന്നെയാണ് ചിലപ്പോൾ ഹൈക്കമാൻഡ് ഇത് രണ്ടുപേരെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ചിലപ്പോൾ കെ സി വേണുഗോപാലിനെ കൊണ്ടുവരിക സാധ്യം കാണുന്നില്ല. അത് ഭയങ്കര ഫിയാസ്കോ ആണ്, വലിയ ദുരന്തമായിരിക്കും ഇവിടെ കേരളത്തിൽ. എനിക്ക് ഇവരെല്ലാവരും വേണ്ടപ്പെട്ടവരാണ്, എല്ലാവരുമായിട്ട് എനിക്ക് പേഴ്സണലായിട്ടുള്ള ബന്ധമുണ്ട്. പക്ഷേ നിഷ്പക്ഷമായിട്ട് ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് കേരളത്തെ സംബന്ധിച്ചൊരു വലിയ ദുരന്തമായിരിക്കും, കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ദുരന്തമായിരിക്കും, UDF ഒരു ദുരന്തമായിരിക്കും. നാളെ ഇവിടെ BJPക്ക് ഏറ്റവും നന്നായി പഴുത്തുറന്നു കൊടുക്കുന്ന ഒരു സംഭവമായിരിക്കും. എൻ്റെ കാഴ്ചപ്പാടങ്ങനെ. ഇപ്പോഴേ തന്നെ BJP ഈ 3 മണ്ഡലത്തിൽ ജയിച്ചെടുത്ത് തന്നെ CPM-ന്റെ വോട്ടുകൾ മാറിയെന്നാണ് ഇന്ന് ഏതോ ഒരു അത് CPM-ന്റെ അല്ലേ, കോൺഗ്രസിന്റെ അല്ലല്ലോ. അല്ല, കോൺഗ്രസിന്റെ അല്ല, അവർക്ക് വഴി തുറന്നത്. വഴി തുറന്നതിനകത്ത് ഒരു മെയിൻ CPM-ന്റെ വോട്ടുകൾ മാറിയെന്നല്ല. കാരണം കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് UDF-ന്റെ കൂടെ നിൽക്കുകയായിരുന്നു. UDF ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഇത്തവണ ഒരു വിജയം എവിടെയെങ്കിലും BJPക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും CPM-ന്റെ കുട്ടികൾ അയാൾ വേറെ അധികം കോമൺ സെൻസ് ഒന്നും വേണ്ട. ഇത്തിരി രാഷ്ട്രീയവും ഇത്തിരി ബുദ്ധി ആലോചിച്ചാൽ കിട്ടുന്ന കാര്യമില്ല. കാരണം ഈ 3 മണ്ഡലങ്ങളും ഇടതുപക്ഷ മുന്നണിയുടെ മണ്ഡലമായിരുന്നു. നേമവും കഴക്കൂട്ടവും ചാത്തന്നൂരും 3 LDF-ന്റെ മണ്ഡലമായിരുന്നു. അപ്പൊ അവരുടെ വോട്ടുകൾ മാറിയെന്നാണ് ഇന്നൊരു സോഷ്യൽ മീഡിയയിൽ. എന്തായാലും ഒറ്റ പറഞ്ഞത് കഴിഞ്ഞ തവണ CPM-കാർക്ക് കിട്ടിയ വോട്ടുകളെങ്കിലും ആണ് പോയതെങ്കിൽ സമ്മതിക്കണം. അല്ലാതെ കോൺഗ്രസ്സുകാർ അങ്ങോട്ട് കൂട്ട് കൊടുത്തിട്ട് ജയിച്ചാണെന്ന് ഒരിക്കലും അവർ പറയില്ല. അവരെ പിന്നെ രാഷ്ട്രീയത്തിൽ എന്തും പറയാന്നുള്ളതുകൊണ്ട് അവർ അങ്ങനെയൊക്കെ വേണം പറഞ്ഞേക്കാത്രയോ. ഏതായാലും ജനവികാരം കണക്കിലെടുത്ത് ഒരു തീരുമാനം ഉണ്ടാകും, ഹൈക്കമാൻഡിൽ നിന്ന് ഉണ്ടാവുമെന്നാണ് ആഗ്രഹിച്ചാൽ മാത്രം പോരാ, പ്രാർത്ഥിക്കുകയും കൂടെ വേണം. പ്രാർത്ഥിക്കുന്നത്.